വശത്തായി 2 ശവകുടീരങ്ങൾ. ബ്രിട്ടീഷ് കമാൻഡറായിരുന്ന ബ്രാബോണിൻ്റെ പത്നിയുടേതാണ് ഒരു കല്ലറ. ട്രാവൽ ടാഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ക്ലീറ്റസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ അഞ്ചുതെങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടെ പ്രധാനമായിട്ട് കാണാനുള്ള അഞ്ചുതെങ്ങ് കോട്ടയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഇതിൻ്റെ ഒരു ലൈറ്റ് ഹൗസും ഉണ്ട്. അത് രണ്ടും കാണാനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ അഞ്ചുതെങ്ങ് കോട്ട അല്ലെങ്കിൽ അഞ്ചുക ഫോർട്ട് 1695 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കോട്ടയാണത്. നമുക്കൊന്ന് കാണാം. അഞ്ചിങ്കൽ എന്ന തമിഴ് വാക്കായിരുന്നു അഞ്ചുതെങ്ങിൻ്റെ യഥാർത്ഥ നാമം. ഇംഗ്ലീഷിൽ അഞ്ചഗോ. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ കടക്കാവൂർ ഗ്രാമത്തിലാണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. അഞ്ചുതെങ്ങ് കവലയിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോട്ടയിൽ എത്തിച്ചേരാം. 1684 അഞ്ചുതെങ്ങിൽ ഒരു വ്യാപാര കേന്ദ്രം തുടങ്ങുവാൻ ഇംഗ്ലീഷുകാർ ഉമയമ്മ റാണിയിൽ നിന്നും അധികാരം നേടിയെടുത്തു. റാണിയിൽ നിന്ന് കുറച്ച് മണൽ പ്രദേശം വിലയ്ക്ക് വാങ്ങിയ ബ്രിട്ടീഷുകാർ അവിടെ ഒരു കോട്ട പണിയാനും അനുവാദം നേടിയെടുത്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ബ്രാബോൺ എന്ന യുവാവാണ് റാണിയെ പ്രീണിപ്പിച്ച് കോട്ട കെട്ടാനുള്ള അനുവാദം നേടിയെടുത്തത്. 1690 ഇംഗ്ലീഷുകാർ കോട്ടയുടെ പണി ആരംഭിച്ചു. കോട്ടയുടെ നിർമ്മാണം നടക്കുന്നുണ്ടെന്നറിഞ്ഞ നാട്ടുകാർ ബലം ഉപയോഗിച്ച് അത് തടയാൻ ശ്രമിച്ചു. ബ്രിട്ടീഷുകാർക്ക് കോട്ട കെട്ടാനുള്ള അനുവാദം നൽകിയ തീരുമാനം എട്ടുവീട്ടിൽ പിള്ളമാർക്കും നാട്ടുകാരിൽ ചിലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പീരങ്കിയുടെ സഹായത്തോടെ എതിർപ്പിനെ ഇല്ലാതാക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. കോട്ടയുടെ പണി നിർത്താൻ റാണി ആവശ്യപ്പെട്ടെങ്കിലും ബ്രിട്ടീഷുകാർ അത് അവഗണിച്ചു. കോട്ടയുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ആറ്റിങ്ങൽ ലഹള. ആറ്റിങ്ങൽ റാണിയോട് നേരത്തെ നാട്ടുകാർക്കുണ്ടായിരുന്ന വിരോധം അവരുടെ സഹായികളായ ഇംഗ്ലീഷുകാർക്കെതിരെയും വ്യാപിക്കുകയായിരുന്നു. കോട്ടയിലെ മേധാവികളുടെ ക്രൂരതയിലും അഴിമതിയിലും മനം മടുത്ത നാട്ടുകാർ എട്ടുവീട്ടിൽ പിള്ളമാരുമായി ചേർന്ന് 1721 ഏപ്രിൽ 25 കോട്ട വളയുകയും ഉദ്യോഗസ്ഥനായ ഗിഫോർഡിനെ അടക്കം 140 ഇംഗ്ലീഷുകാരെ വധിക്കുകയും ചെയ്തു. തുടർന്ന് അവർ കോട്ട ഉപരോധിച്ചു. 6 മാസത്തോളം ഉപരോധം നീണ്ടുനിന്നു. അവസാനം തലശ്ശേരിയിൽ നിന്നും കൂടുതൽ സൈന്യത്തെ കൊണ്ടുവന്ന് ഇംഗ്ലീഷുകാർ ലഹള അടിച്ചമർത്തി. ഇംഗ്ലീഷുകാർക്കെതിരെ തദ്ദേശീയർ നടത്തിയ ആദ്യത്തെ സായുധ വിപ്ലവം എന്ന നിലയിൽ ആറ്റിങ്ങൽ ലഹളയ്ക്ക് ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഇത് കടലിലേക്ക് അഭിമുഖമായി പീരങ്കി വെച്ചിരുന്ന സ്ഥലമാണ്. ഈ മതിലൊക്കെ പിന്നീട് വന്നിട്ടുള്ളതാണ്. കുറ്റവാളികളെ ഈ തൂണിൽ കെട്ടിയിട്ട് ശിക്ഷിച്ചിരുന്നുവെന്ന് പറയുന്നു. ഇവിടെയുള്ള ഈ തുരങ്കം വഴി കടലിലേക്കൊരു വഴിയുണ്ടായിരുന്നു. ആയുധങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ചതുരാകൃതിയിലുള്ള കോട്ടയ്ക്ക് 4 മൂലയിലും വിശാലമായ കൊത്തളങ്ങളുണ്ടായിരുന്നു. അവിടെ പീരങ്കികൾ സ്ഥാപിച്ചിരുന്നു. കിഴക്കും പടിഞ്ഞാറുമായി 2 കവാടങ്ങളുണ്ടായിരുന്നു. മുമ്പിലത്തെ പ്രവേശന കവാടം ബ്രിട്ടീഷ് വാസ്തു ശില്പകലാരീതിയിലാണ് പണിതിരിക്കുന്നത്. പീരങ്കി വയ്ക്കാനുള്ള പഴുതുകളായിരുന്നു ഇത്.
കോട്ടയുടെ ഒരു വശത്തായി 2 ശവകുടീരങ്ങൾ. ബ്രിട്ടീഷ് കമാൻഡറായിരുന്ന ബ്രാബോണിൻ്റെ പത്നിയുടേതാണ് ഒരു കല്ലറ. അഞ്ചുതെങ്ങ് കോട്ട നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അത് നമുക്ക് കാണാം. ഇതാണ് അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസ്. ഇത് കുറച്ചുകൂടി ആധുനികമായ ലൈറ്റ് ഹൗസാണ്. 1988 കമ്മീഷൻ ചെയ്തതാണ്. 130 അടി ഉയരമുണ്ട് ഇതിന്. ഇവിടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരുന്നൂറ് സ്റ്റെപ്പുകൾ കയറി നമുക്ക് ഇതിൻ്റെ മുകളിലെത്താം. മുകളിലെത്തി കഴിഞ്ഞാൽ ഒരു 360 ഡിഗ്രി വ്യൂ, നല്ലൊരു കടലിൻ്റെയും കായലിൻ്റെയൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ച കിട്ടും. ഇപ്പോൾ നമ്മൾ കോണി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കാഴ്ച. അതൊരു കിണറിലേക്ക് നോക്കണ പോലെ ഉണ്ട്. ഇപ്പോൾ നമ്മളതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ലൈറ്റ് ഹൗസിൻ്റെ ചുറ്റും ഒരു ബാൽക്കണി ഉണ്ട്, അവിടെ നിന്നുള്ളതാണ് ഇത് ഫോട്ടോ. ഇത് കടലാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പോയ അഞ്ചുതെങ്ങ് കോട്ട. നല്ല രസകരമായൊരു കാഴ്ചയാണ് ഇവിടെ കായലും അതുപോലെ കടലും തെങ്ങൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ച കിട്ടും. ഒരു ബോട്ട് പോണത് കാണാം. ഇതാണ് അഞ്ചുതെങ്ങ് കോട്ട. നല്ല കാറ്റ് വീശുന്നുണ്ട് ഇവിടെ, നല്ല രസം. നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ്, അതിൻ്റെ ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് കാണാം. ഇതിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ലൈറ്റ് രാത്രിയാകുമ്പോൾ കത്തിക്കുന്നുണ്ട് അവർ. താഴേക്ക് ഇറങ്ങാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുക.